ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? ഈ ചിത്രത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരാണോ? ഒരാളെ അറിയാലേ. അതിലൊരാളെ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? स्टीफन हॉकिंस। इनकी शारीरिक विशेषताओं के बारे में हम जानते हैं। ഇദ്ദേഹത്തിൻ്റെ ശരീരവിശേഷതയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ये एक വിശ്വപ്രസിദ്ധ അന്തരീക്ഷ വൈജ്ഞാനിക് थे। ഇദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് സെന്റർ ഡയറക്ടറും കൂടിയായിരുന്നു. ഈ വനിതയെ അറിയുമോ? ये है इला सचानी। ये अपना सारा काम पैरों से करती है। ഇറ സച്ചാനി അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ കാലുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. साथ साथ सुंदर कशीदाकारी में भी निपुण है। മക്കളെ, നിങ്ങൾ എംബ്രോയിഡറി വസ്ത്രങ്ങൾ ധരിക്കാറില്ലേ? എംബ്രോയിഡറി നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര ബുദ്ധിമുട്ടാണല്ലേ അത് കാലുകൊണ്ട് ചെയ്യുമ്പോഴോ. ये है रिचर्ड व्हाइटहेड। ये अपने कृत्रिम पैरों से दौड़ने वाले एथलीट हैं। ഇത് റിച്ചാർഡാണ്. റിച്ചാർഡ് അവരുടെ കൃത്രിമ കാല് വെച്ചിട്ടാണ് ഓടുന്നത്. അങ്ങനെ ഓടുന്നൊരു അത്ലറ്റുമാണ് അദ്ദേഹം. 2012 പാരാ ഒളിമ്പിക്സിൽ ഇദ്ദേഹം സ്വർണ്ണ മെഡൽ വരെ നേടിയിട്ടുണ്ട്. निक विजिसिक का चित्र है ये। इनकी तस्वीर देखते ही आपको समझ में आया होगा कि इनकी विशेषताएं क्या-क्या है। आपको पता है ഇദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ये क्या-क्या करते हैं? ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് അറിയോ? ये एक अच्छे मोटिवेशनल स्पीकर है। മോട്ടിവേഷണൽ സ്പീക്കർ दुनिया के ആണ്. कोने-कोने में ये यात्रा करते हैं। ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. अच्छी तरह तैरते भी है। തന്റെ ശാരീരിക സവിശേഷതകളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് വിജയം കൈവരിച്ച ഒരുപാട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അപ്പൊ ഇനി ഒരു കവിത കേട്ടാലോ? कोशिश करने वालों की कभी हार नहीं होती। लहरों से डर कर नौका पार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है। नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है। मन का विश्वास रगों में साहस भरता है।
कविता का शीर्षक क्या है? കവിതയുടെ തലക്കെട്ട് എന്താണ്? कोशिश करने वालों की। पहली दो पंक्तियां देखें। പരിശ്രമം ചെയ്യുന്നവർ അല്ലേ, അവരെ പറ്റിയുള്ള കവിതയാണ്. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ലഹരോ സെ ഡർക്കർ നൗക പാർ നഹി ഹോത്തി. തിരമാലകളെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, വള്ളം തീരത്തോട് അടുക്കുകയില്ല, അല്ലെങ്കിൽ അടുത്ത തീരത്തേക്ക് പോവുകയില്ല. കോശിഷ് കർണേ വാലോം കി കബി ഹാർ നഹി ഹോത്തി. എന്താണ്, പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കുകയില്ല. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. समुद्र पार करने वाली नाव क्या कभी लहरों से डरती है? ഒരിക്കലുമില്ല. സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന വള്ളം എപ്പോഴെങ്കിലും തിരമാലകളെ പേടിക്കാറുണ്ടോ? ഇല്ല അല്ലേ. ഉയർന്നു വരുന്ന തിരമാലകളെ പേടിച്ചാൽ തോണിക്ക് മറുകര എത്താൻ കഴിയില്ല. देखिए इन पंक्तियों में लहर है, नौका है. इनका ഈ വരികളിൽ തിരമാലയുണ്ട്, വള്ളവുമുണ്ട്. मानव जीवन से क्या संबंध है? അപ്പൊ ഇത് മനുഷ്യ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? अगर नाव लहरों से डरेगी तो लक्ष्य पर नहीं पहुंचेगी. इसी तरह अगर हम भी चुनौतियों से डरेंगे तो लक्ष्य पर कभी नहीं पहुंचेंगे. നമ്മളും ഇതുപോലെ നമ്മളുടെ ചലഞ്ചുകളെ ഭയന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്തുകയില്ല. तो यहाँ लहर चुनौती है, नाव निरंतर परिश्रम है. और അപ്പം ഇവിടെ തിരമാലകൾ എന്താണ്, ചലഞ്ചസ് ആണ്, ചുനൗത്തിയാണ് അല്ലേ. समुद्र पार करना നാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന പരിശ്രമം. नाव का लक्ष्य है. സമുദ്രം അടുത്ത തീരത്തേക്ക് എത്തുക എന്നുള്ളതാണ് ആ നാവിൻ്റെ ലക്ഷ്യം, പരിശ്രമങ്ങളുടെ ലക്ഷ്യം അല്ലേ. तो लक्ष्य प्राप्ति के लिए हमें चुनौतियों का सामना करना है. कवि यहाँ അപ്പം നമ്മൾ നമ്മുടെ ചലഞ്ചുകളെ ഫേസ് ചെയ്യണം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ. संदेश देते हैं. अगली पंक्तियों की ओर जाए. नन्ही ची അപ്പം പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കുകയില്ല. ഈ സന്ദേശമാണ് കവി നമുക്ക് നൽകുന്നത്. നമുക്ക് അടുത്ത വരികൾ നോക്കാം. जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. नन्ही चींटी जब നന്നി ചീണ്ടി. നന്നി ചീണ്ടി എന്ന് പറയുമ്പോൾ ഉറുമ്പുകൾ എന്താണ്, ധാന്യവുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം അതിങ്ങനെ ധാന്യവുമായിട്ട് നടക്കുമ്പം അതിങ്ങനെ എന്താണ്, ഭിത്തിയിലൂടെ അത് എഴയും അല്ലേ. എഴയുമ്പോൾ എന്താണ്, അതിൻ്റെ കയ്യിലുള്ള ധാന്യം 100 ബാർ ഫിസൽത്തിഹെ, 100 വട്ടം എന്താണ് അതിൻ്റെ കയ്യിൽ നിന്ന് ആ ധാന്യം താഴെ പോകും, എന്നാലും അത് വീണ്ടും വന്ന് എടുക്കും അല്ലേ. दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. बच्चों, आपने कभी चींटियों को देखा है? वो कैसे चलती നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ, അത് എങ്ങനെയാണ് നടക്കുന്നത്? है? വരി വരിയായി ഒന്നിനു പുറകെ ഒന്നായി പോകുന്നത് കണ്ടിട്ടില്ലേ? हाँ, चींटियों को दाना लेकर चलते हुए देखा है. कभी कभी दाना ഉറുമ്പുകൾ ധാന്യങ്ങളുമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? उनसे भी बड़ा होता है. ചില സമയത്ത് ആ ധാന്യങ്ങൾ ഉറുമ്പിനേക്കാളും വലുതായിരിക്കും അല്ലേ, അവരെക്കാളും വലിയ ധാന്യം എടുത്തോണ്ടായിരിക്കും അവർ പോകുന്നത്. है ना? अभी देखो, क्या देखते हैं आप? നിങ്ങൾ ഈ വീഡിയോയിൽ എന്താണ് കാണുന്നത്? कुछ चींटियां दीवार पर चढ़ रही है. ചില എന്താണ്, ഉറുമ്പുകൾ ഭിത്തിയിലൂടെ എഴയുകയാണ് അല്ലേ. एक चींटी तो नीचे गिरी पड़ी है. അപ്പം ഒരു ഉറുമ്പ് താഴേക്ക് വീണു. दीवार से गिरते ही क्या वे चढ़ना छोड़ देती है? नहीं. അപ്പം ഇത് ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ താഴെ വീണു. അപ്പം അവർ അവിടെ തന്നെ അങ്ങ് കിടക്കുവോ, ഇനി എഴയാതിരിക്കുവോ? ഇല്ല അല്ലേ. वे बार बार चढ़ती है, അവർ വീണ്ടും വീണ്ടും എഴയാൻ തുടങ്ങും. बार बार कोशिश करती है. അവർ വീണ്ടും വീണ്ടും പരിശ്രമിക്കും. അവർ വീണാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അവർ ധാന്യം എടുത്തുകൊണ്ട് പോകും. वे बार बार फिसलती है, बार बार गिर भी जाती है. फिसलकर गिरने के बाद भी
वे कोशिश करती रहती है. അവരെങ്ങനെ എത്ര വട്ടം വീണാലും വീണ്ടും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ധാന്യം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ടല്ലേ. ചുവരിൽ കയറിയും വഴുതിയും വീണും വീണ്ടും അവർ ലക്ഷ്യത്തിലെത്തുന്നവരെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. मन का विश्वास रगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना न करता है. मन का विश्वास रगों में साहस भरता है. അപ്പം മനസ്സിലെ ആത്മവിശ്വാസം രഗോമയം എന്ന് പറയുമ്പോൾ ഞരമ്പുകളിൽ ധൈര്യം നിറയ്ക്കുന്നു. സാഹസ് എന്ന് പറയുമ്പോൾ ധൈര്യം. അപ്പം മനസ്സിലെ ആത്മവിശ്വാസം ഞരമ്പുകളിൽ ധൈര്യം നിറയ്ക്കുന്നു. चढ़कर गिरना गिरकर चढ़ना न करता है. चींटियां അപ്പം താഴേക്ക് വീഴുന്നതും വീണിട്ട് വീണ്ടും ഉയർന്നു പോകുന്നതും അതൊന്നും ബാധിക്കുകയില്ല. गिरने के बाद भी क्यों चढ़ती है? അപ്പം ഈ ഉറുമ്പുകൾ വീണിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് എഴയുന്നത്? बार बार क्यों कोशिश करती है? അവർ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് പരിശ്രമിക്കുന്നത്? हाँ, उनमें ആത്മവിശ്വാസ് है. അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ സിരകളിൽ ധൈര്യം നിറയുന്നത് എപ്പോഴാണ്? മനസ്സിൽ ആത്മവിശ്വാസമുള്ളപ്പോൾ. ആത്മവിശ്വാസം നമുക്ക് കരുത്ത് നൽകുന്നു. ആത്മവിശ്വാസ് രഗോं में साहस लाता है. साहस कोशिश करने की प्रेरणा देता है. तो बार बार അപ്പം ആത്മവിശ്വാസം നമ്മുടെ സിരകളിൽ ധൈര്യം നിറയ്ക്കുന്നു. ധൈര്യം നമ്മളിൽ പരിശ്രമിക്കാനുള്ള എന്താണ് ഇത് തരുന്നല്ലേ. ധൈര്യം കൊണ്ട് നമ്മൾ പരിശ്രമിക്കാൻ ശ്രമിക്കുന്നു. कोशिश करना हमें न करता है, यानी बुरा नहीं लगता. അപ്പം വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തെറ്റായിട്ട് തോന്നുകയില്ല, നമ്മൾക്ക് ധൈര്യം ഉള്ളിലുള്ളപ്പോൾ. पंक्तियों की ओर जाए. आखिर उसकी मेहनत बेकार नहीं होती. ആഖിർ ഉസ്കി മെഹനത് ബേക്കാർ നഹി ഹോത്തി. അങ്ങനെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നവൻ്റെ കഷ്ടപ്പാട് വെറുതെ ആവുകയില്ല. കോഷിഷ് കർണേ വാലോം കി കബി ഹാർ നഹി ഹോത്തി. പരിശ്രമിക്കുന്നവൻ ഒരിക്കലും തോൽക്കുകയില്ല. आखिर उसकी मेहनत बेकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. മക്കളെ, ഇതിനു മുൻപുള്ള വരികളിൽ ഉറുമ്പുകളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഉറുമ്പുകൾ ധാന്യവും എടുത്ത് പല തവണ ചുവരിൽ കയറുന്നു, എന്നിട്ടോ പലതവണ താഴേക്കും വീഴുന്നു. എന്നിട്ടും അവർ അവരുടെ പരിശ്രമം ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശ്രമങ്ങൾക്കൊടുവിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യുന്നു, അല്ലേ? तो बच्चों, यहाँ पर हमें किनसे प्रेरणा लेनी चाहिए? ഇവിടെ നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? चींटियों से. ഉറുമ്പുകളെ അല്ലേ? उनकी मेहनत कभी बेकार नहीं होती. അവരുടെ പരിശ്രമങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആയി പോകാറില്ല അല്ലേ, പാഴാകാറില്ല. सफलता की ओर ले जाती है और लक्ष्य तक पहुंचाती है. അവർ പരിശ്രമിച്ച് അവരുടെ ലക്ഷ്യത്തിൽ അവസാനം എത്തിച്ചേരുന്നു. अच्छा बच्चों, कविता की इन पंक्तियों से आपने क्या समझा? അപ്പോൾ കുട്ടികളെ, ഈ കവിതകളുടെ ഈ വരികൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? लक्ष्य प्राप्ति के लिए चुनौतियों का सामना करना है. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ നമ്മുടെ വെല്ലുവിളികളെ നേരിട്ടേ പറ്റുകയുള്ളൂ. चुनौतियों से डरना नहीं. വെല്ലുവിളികളെ ഒരിക്കലും ഭയക്കരുത്. मतलब लक्ष्य प्राप्ति के लिए परिश्रम करना जरूरी है. അതായത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. परिश्रम मन में विश्वास और साहस लाता है. പരിശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ടുവരുന്നു. कोशिश करने वालों की कभी हार नहीं होती. പരിശ്രമിക്കുന്നവൻ ഒരിക്കലും തോൽക്കുകയില്ല. कोशिश करने वालों की कभी हार नहीं होती. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായിട്ട് വരും. അവയെ ധൈര്യപൂർവ്വം നേരിട്ട് പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കാൻ ശ്രമിക്കൂ. कोशिश करने वालों की कभी हार नहीं होती. तो बच्चों, अब तक की कविता एक बार फिर सुने. कभी हार नहीं होती, लहरों से डर कर नौका पार नहीं होती. कोशिश करने वालों की कभी हार नहीं होती,
നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. अब ये देखो, समान अर्थ वाले शब्द कविता से चुनकर लिखो. नाव के लिए कविता में कौन से शब्द का प्रयोग किया है? अच्छा, जरा ये कविता पढ़कर इस वर्कशीट की पूर्ति करो. അപ്പം നാവിന് വേണ്ടിയിട്ട് കവിതയിൽ ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കവിത വീണ്ടും വായിച്ചു വെക്കണം. നാവ് എന്ന് പറഞ്ഞാൽ വള്ളമാണല്ലേ. അപ്പോൾ വള്ളത്തിന് വേണ്ടിയിട്ട് അവർ ഏത് വേർഡാണ് കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? നൗക്ക. നൗക്ക എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ കവിത വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഈ വർഷീറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വർഷീറ്റിൽ കവിതയിലെ ആശയം അനുസരിച്ച് ശരി ഏത് തെറ്റേത് എന്നുള്ളതാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കോശിഷ് കർണേ വാലേക്ക് ഹാർ ഹോത്തി ഹേ എന്നാണ്. രണ്ടാമത് ആ സെയിം ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പോയിന്റ് കോശിഷ് കർണേ വാലേക്ക് ഹാർ നെഹി ഹോത്തി. പരിശ്രമിക്കുന്നവൻ തോറ്റു പോകുമെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പരിശ്രമിക്കുന്നവൻ തോറ്റു പോകുകയില്ല എന്നാണ്. നമ്മൾ കവിതയിൽ എന്താണ് പഠിച്ചത്? പരിശ്രമിക്കുന്നവന് തോൽവിയില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഈ രണ്ടാമത്തെ പോയിൻ്റാണ്. ഒന്നാമത്തെ പോയിൻ്റ് തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചീണ്ടി ഗിർക്കർ ഫിർ റോ ചട്തി ഹെ. ചീണ്ടി ഗിർക്കർ ഫിർ സെ നെഹി ചട്തി ഹെ. അപ്പം എന്താണ്? ഉറുമ്പ് വീണ വീണ്ടും അത് എഴുന്നേറ്റ് എഴഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഒന്നാമത്തതാണ് ഇവിടെ ശരി. അത് എഴുന്നേറ്റ് പോകില്ല എന്നാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ആദ്യത്തേതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തത് എന്താണ്? സാഹസ് കെ ലിയെ മൻമേ വിശ്വാസ് ഹോന ചാഹിയെ. അപ്പം നമുക്ക് ധൈര്യം വേണമെങ്കിൽ മനസ്സിൽ ആത്മവിശ്വാസം വേണം. അതാണ് കറക്റ്റ് അല്ലേ. അപ്പോൾ രണ്ടാമത് എന്തായിരിക്കും? സാഹസ് കെ ലിയെ മൻമേ വിശ്വാസ് നെഹി ഹോന ചാഹി. രണ്ടാമതുള്ളത് തെറ്റാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ധൈര്യം കിട്ടാനായിട്ട് മനസ്സിൽ ആത്മവിശ്വാസം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് ഇതിൽ ശരി, രണ്ടാമത്തത് തെറ്റാണ്. മെഹനത് ബേക്കാർ ഹോത്തി ഹെ. മെഹനത് ബേക്കാർ നെഹി ഹോത്തി ഹെ. ആദ്യം പറഞ്ഞിരിക്കുന്നത് മെഹനത്ത്, നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാണെന്ന്. അത് തെറ്റാണല്ലേ. കഷ്ടപ്പെട്ടാൽ എന്തായാലും അതിനൊരു ഫലമുണ്ടാകും. അപ്പം മെഹനത് ബേക്കാർ നെഹി ഹോത്തി ഹെ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.